ചുരൽമലയും മുണ്ടക്കായും പറ്റി അവരൊക്കെ പരിചയക്കാരും തുണക്കാരൊക്കെ ഇഷ്ടംപോലെ കൂടെ പണിയെടുത്തവരൊക്കെ ഉണ്ട്. ഇനിയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. നോക്കി നിൽക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തീർച്ചയായും ഈ ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന, അവിടെ ഒരു ജാതി മതഭേദമൊന്നുമില്ലാതിരുന്ന എസ്റ്റേറ്റ് പാടികളാണ്, ലയങ്ങളാണ്. അവിടെയുള്ളവരെല്ലാം അത്രയും സൗഹാർദ്ദത്തോടു കൂടി താമസിച്ചിരുന്നതുമാണ്. അപ്പോൾ പുത്തുമല എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ കാലത്തെ കേരളത്തിൽ ഓർമ്മയുള്ളവർക്ക് ഒരു ഗ്രാമം മുഴുവൻ ഒട്ടാകെ തുടച്ചു നീക്കിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ പുത്തുമല ദുരന്തമായിരിക്കണം. തീർച്ചയായും അവിടെയും സഹായം കിട്ടാത്ത നിരവധി പേരുണ്ട് എന്ന് പറയുമ്പോൾ ഈ ദുരന്ത ബാധിത മേഖലകളിൽ ആദ്യത്തെ കുറച്ചു കാലത്തെ സഹായത്തിനപ്പുറത്തേക്ക് കൂടുതൽ സഹായം ഒരു കാലം മുഴുവൻ കൃത്യമായ ഒരു പുനർനിർമ്മാണ പദ്ധതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട്, അന്നും ഉണ്ടായിരുന്നു സാവിത്രി ഒരുപാട് പ്രഖ്യാപനങ്ങൾ. പക്ഷേ പിന്നീട് അത് പ്രാവർത്തികമാക്കാൻ ക്രിയാത്മകമായ